നമസ്കാരം. ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ ഒരു ഇതിഹാസമാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. കേവലം ഒരു വാഹനത്തിനുമപ്പുറം സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങളെയും ദൈനംദിന ജീവിതത്തെയും അത്ഭുതകരമായി കൂട്ടിയിണക്കിയ ഒരു പ്രതീകം കൂടിയാണിത്. ഇന്ത്യൻ ഇരുചക്ര വാഹന നിർമ്മാണ രംഗത്തെ വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായിരുന്നു 1984 ഹീറോ ഹോണ്ട സഹകരണം. ഹോണ്ടയുടെ സാങ്കേതിക തികവും ഹീറോയുടെ വിപണി സ്വാധീനവും മുതലെടുത്ത് ഈ കൂട്ടുകെട്ട് തുടക്കത്തിൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ വലിയ വിജയങ്ങൾ സൃഷ്ടിച്ചു. 2010 ഇരു കമ്പനികളും കൂട്ടുകെട്ട് അവസാനിപ്പിച്ചു എങ്കിലും അതിനിടയിൽ തന്നെ മികച്ച ചില വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുവാൻ ഇവർക്ക് സാധിച്ചിരുന്നു. അതിൽ ആദ്യത്തെ വണ്ടി CD100 ആയിരുന്നു. മനോഹരമായ ഡിസൈനും ആവശ്യത്തിന് കരുത്തും ഇന്ധനക്ഷമതയുമുള്ള ആ ബൈക്ക് ഏറെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ യുവാക്കളുടെ ഹരമായി മാറി. അതുവരെ നിലവിലുണ്ടായിരുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച മൈലേജിൽ നല്ല പെർഫോമൻസും സ്ഥിരതയും നൽകിയ CD100 ഇന്ത്യൻ ഇരുചക്ര വിപണിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചു. ഒരു പതിറ്റാണ്ടോളം ഇന്ത്യൻ റോഡുകൾ അടക്കി വാണ CD100 പിൻവാങ്ങുമ്പോൾ അതിനേക്കാൾ മികച്ച ഒരു ബൈക്കിനെ കുറിച്ച് മാത്രമേ കമ്പനിക്ക് ചിന്തിക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ഒപ്പം പുതിയ കാലത്തിന്റെ താല്പര്യങ്ങളോടെ എല്ലാം ചേർന്ന് നിൽക്കുന്നതുമായ ഒരു മോഡൽ. അങ്ങനെയാണ് 1994 ഹീറോ ഹോണ്ടയുടെ ഏറ്റവും ജനകീയമായ ക്ലാസിക് മോഡൽ സ്പ്ലെൻഡർ പിറക്കുന്നത്. 1994 ഹീറോ ഹോണ്ട പുറത്തിറക്കിയ ഈ ബൈക്ക് വിപണിയിലെത്തി കേവലം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് നടന്നത് ഒരു ചരിത്രമായിരുന്നു. 3 പതിറ്റാണ്ട് കഴിഞ്ഞും തുടരുന്ന, അടുത്തൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വികാരം. മലയാളികളുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് സ്പ്ലെൻഡർ ബൈക്കുകൾ. അത് നമ്മുടെ ജീവിതത്തിലും സിനിമയിലും വരെ പ്രതിഫലിച്ചു നിൽക്കുന്നു. 97 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് മുതൽ ഈ വർഷം പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ തുടരും വരെയുള്ള സിനിമകളിൽ ഈ കുഞ്ഞൻ ബൈക്കിന്റെ സാന്നിധ്യം സൃഷ്ടിക്കുന്ന തരംഗം ഇതിനുള്ള തെളിവാണ്. സൂപ്പർ ബൈക്കുകളുടെയും ഇലക്ട്രിക് ബൈക്കുകളുടെയും കാലത്തും ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക ചരിത്രത്തിന്റെ ഭാഗമായ ആ മോട്ടോർ സൈക്കിൾ മോഡലിന്റെ സമാനതകളില്ലാത്ത വിജയഗാഥ 31 വർഷങ്ങളും പിന്നിട്ട് തുടരുകയാണ്. ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ഇന്ധനക്ഷമതയാണ്. 80 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് നൽകിയിരുന്ന സ്പ്ലെൻഡർ ഈ കാര്യത്തിൽ അക്കാലത്തെ മറ്റ് ബൈക്കുകളേക്കാൾ വളരെ മുന്നിലായിരുന്നു. ഇത് ബൈക്കിനെ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാക്കി മാറ്റി. ജാപ്പനീസ് ടെക്നോളജിയുടെ പിൻബലത്തിൽ ഹീറോ ഹോണ്ട നിർമ്മിച്ച ഈ ബൈക്ക് ഒരുപാട് കാലം യാതൊരു തകരാറുകളും കൂടാതെ പ്രവർത്തിച്ചു. ഇതിന് വലിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമില്ലായിരുന്നു എന്നതും വലിയൊരു ആകർഷണമായിരുന്നു. വളരെ ലളിതവും എന്നാൽ മനോഹരവുമായ രൂപകൽപ്പന ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ സൗകര്യപ്രദമായി തോന്നി. വർഷങ്ങൾക്കിപ്പുറവും സ്പ്ലെൻഡർ അതിന്റെ പ്രൗഢി നിലനിർത്തുന്നുണ്ട്. കാലത്തിനനുസരിച്ച് രൂപത്തിലും സാങ്കേതിക വിദ്യയിലും വന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണം. സ്പ്ലെൻഡർ പ്ലസ് പുറത്തിറക്കി. തുടർന്ന് സ്പ്ലെൻഡർ പ്രോ, സ്പ്ലെൻഡർ ഐസ്മാർട്ട് എന്നിങ്ങനെ പുതിയ മോഡലുകൾ വന്നു. ഐസ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഇന്ധനം ലാഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുത്തി. ഒരു കുടുംബത്തിന്റെ പ്രധാന യാത്രാവാഹനം എന്ന നിലയിൽ സ്പ്ലെൻഡർ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ആളുകൾക്ക് ഒരുപോലെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ബ്രാൻഡായി ഇത് മാറി. ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോഡലായി സ്പ്ലെൻഡർ ഇന്നും തുടരുന്നു. സ്പ്ലെൻഡർ ഒരു ബൈക്കല്ല, അത് ഇന്ത്യയുടെ റോഡുകളിലൂടെയുള്ള ഒരു വികാരമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.